ആത്മാനമദ്വയം കശ്ചിത് ജാനാതി ജഗദീശ്വരം യദ്വേത്തി തത് സ ഗുരുദേ ന ഭയം തസ്യ കുത്രചിത്. ആത്മാനമദ്വയം കശ്ചിത് ജാനാതി ജഗദീശ്വരം യദ്വേത്തി തത് സ ഗുരുദേ ന ഭയം തസ്യ കുത്രചിത്. കശ്ചിത് ആത്മാനമദ്വയം ജഗദീശ്വരം ജാനാതി സഹ യത് വേത്തി തത് കുരുതേ തസ്യ കുത്രചിത് ഭയം നാസ്തി. ആത്മാവ്, ആരോ ഒരുവൻ ആത്മാവ്, രണ്ടാമതൊന്നില്ലാത്തത്. കശ്ചിത് ഒരുവൻ, ഏതോ ഒരുവൻ. കശ്ചിത് ഒരുപാട് പേരൊന്നുമില്ല, ഏതോ ഒരുവൻ, ആരോ ഒരുവൻ. ആത്മാവ്, ആത്മാവ്, രണ്ടാമതൊന്നില്ലാത്തത്. ആ പദപ്രയോഗങ്ങളിലൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. രണ്ടാമത് ഒന്നില്ലാത്തത്. ഏകമെന്ന പദമല്ല കൂടുതൽ ഉപയോഗിക്കുന്നത്, അദ്വയം എന്ന പദമാണ്. രണ്ടാമത് ഒന്നില്ലാത്തത്, അതിനാണ് അദ്വയം. അങ്ങനെ പറയാൻ കാരണം, ഏകം എന്ന് പറഞ്ഞാൽ പറയുന്ന ഞാനും ആ ഒന്നുമുണ്ട്. ഈശ്വരൻ ഒന്നേ ഉള്ളൂ എന്നൊരാൾ പറഞ്ഞാൽ അയാളുമുണ്ട്, പിന്നെ ഈശ്വരനുണ്ട്. അതെല്ലാം ചേർത്ത് ഒന്നേ ഉള്ളൂ എന്ന് വരണമെങ്കിൽ അദ്വയം എന്ന് പറയും. അത്രയും ലോജിക്കിലാണ് അവർ പറയുന്നത്. ലോജിക്കിന്റെ മൂർധന്യമാണ്. രണ്ടാമതൊന്നില്ലാത്തത്. ഏകം എന്ന് പറഞ്ഞാൽ പോരാ, ഏകത്തിന് ആ അർത്ഥം പോരാ. ജഗത്കാരണവും എന്നറിയുന്നു, ആരോ ഒരുവനറിയുന്നു. എല്ലാവരും ഒന്നും അറിയാറില്ല. ഭാഗ്യം കൊണ്ട്, ശിവപെരുമാന്റെ അനുഗ്രഹം കൊണ്ട്, ഗുരു കടാക്ഷം കൊണ്ട്, തത്വമസ്യാദി വാക്യാർത്ഥജ്ഞാനം കൊണ്ട് ആരോ ഒരുവൻ അറിയുന്നു ഇത് അദ്വയമാണെന്നും ജഗത് കാരണമാണെന്നും. അവൻ യാതൊന്നറിയുന്നുവോ അത് ചെയ്യുന്നു. അവൻ എന്തറിയുന്നുവോ അത് ചെയ്യുന്നു. അവൻ ജീവിതത്തിൽ ഉടനീളം അത് അനുഷ്ഠിക്കുന്നു. അങ്ങനെയുള്ള അദ്ദേഹത്തിന് തസ്യ കുത്രചിത് ഭയം നാസ്തി. എവിടെ നിന്നെങ്കിലും ഭയമില്ല. ഭയം വേണമെങ്കിൽ രണ്ടാമതൊന്ന് വേണം. എല്ലാം ഞാനാണെങ്കിൽ എന്നെ പിന്നെ ആരും അടിക്കാനില്ല. എല്ലാം ഞാനാണെങ്കിൽ എന്നെ പിന്നെ കൊല്ലാനില്ല. എല്ലാം ഞാനാണെങ്കിൽ എന്നെ ആശ്ലേഷിക്കാനില്ല. എല്ലാം ഞാനാണെങ്കിൽ എല്ലാ രതിയും എന്നിൽ എന്നെ തൃപ്തമാണ്. അന്യമായ ഒന്നുണ്ടെങ്കിൽ മാത്രമാണ് ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളുടെ രതി ഉണ്ടാവുക. അന്യമായ ഒന്നുമില്ലെങ്കിൽ എല്ലാ രതിയും എന്നിൽ തന്നെ. അങ്ങനെ പൂർണ്ണനായ ആ പൂർണ്ണത കൈവന്നവന് കുത്രചിത് ഭയം നാസ്തി. ഒരിടത്ത് നിന്ന് പോലും, എവിടെ നിന്നെങ്കിലും ഭയമില്ല. അവൻ നിർഭയനായിരിക്കും എന്ന് സാധിക്കും. കാരണം ഭയപ്പെടണമെങ്കിൽ വേറൊന്നുണ്ടാവണം, ദ്വേഷിക്കണമെങ്കിൽ വേറൊന്നുണ്ടാവണം. ഒന്നിനെയും ദ്വേഷിക്കാനില്ല, ഒന്നിനെയും വിരോധിക്കാനില്ല.
ഒന്നിൽ നിന്നും ഭയപ്പെടാനില്ല. ഇതാണ് ഈ ആത്മജ്ഞാനത്തിന്റെ ഔന്നത്യം. അതല്ല ആത്മജ്ഞാനത്തിന്റെ മഹിമാവ് കാണിക്കാനാണ് പറയുന്നത്. ആത്മാവ് അദ്വയനും ജഗതീശ്വരനുമാണ് എന്ന് ആരോ ഒരുവനറിയുന്നു. ഒരുപാട് പേരുടെ കൂട്ടത്തിൽ ഒരാൾ. മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യദതി സിദ്ധായ. ആയിരക്കണക്കിന് ആളുകളിൽ ഒരുത്തനാണ് യത്നിക്കുന്നത്. എല്ലാവരും എത്തിക്കില്ല. നിങ്ങൾ നോട്ടീസ് അടിച്ചു, നിങ്ങൾ വിളിച്ചു, ആരും വന്നില്ല, നമുക്ക് കഴിഞ്ഞ തവണ പരിതപിക്കുന്നത്. ഇത്തവണ പിന്നെ പരിതപിക്കുകയില്ലാന്ന് വിചാരിക്കുന്നു. അങ്ങനെ 1000-ൽ-1 മാത്രമാണ് യത്നിക്കുന്നത്. അതാണ് അതിന്റെ സാമ്പ്രദായിക മര്യാദ. ഇതിന് പ്രയത്നിക്കാൻ ഇറങ്ങുന്നത് തന്നെ 1000-ൽ-1. പ്രയത്നിച്ചെന്ന് വെച്ച് എല്ലാവർക്കും ഒന്നും കിട്ടുകയില്ല. എന്നാൽ എത്ര പ്രയത്നിച്ചോ അത്രയും പ്രയോജനമുണ്ടാവും. ഇതിന് അഭിക്രമനാശവും പ്രത്യവായുമില്ല. അത് കാരണം സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ തായതോ മഹതോ ഭയാത്. മഹാഭയത്തിൽ നിന്ന് തന്നെ ത്രാണനം ചെയ്യുന്നതാണ്. അല്പം പ്രയത്നിച്ചാൽ കൊണ്ട്, ബാക്കിയൊക്കെ പ്രയത്നിച്ചാൽ കാര്യമൊന്നുമില്ല. ഇതിനുള്ള പ്രയത്നം അല്പമായാൽ മഹാഭയത്രാണനത്തിന് പര്യാപ്തമാണ്. അതുകൊണ്ട് ഇത് വളരെ കുറച്ചു പേരെ വിളിക്കൂ. നിങ്ങൾ തന്നെ ആലോചിക്കുക, രാവിലെ ഇങ്ങോട്ട് വന്നിങ്ങനെ ഒരേ ശബ്ദവും കേട്ടിങ്ങനെ ചെയ്യാൻ പറ്റും. ബോറടിക്കുകയും ദേഷ്യം വരികയും ചെയ്യുന്നു. നിങ്ങളുടെ ക്ഷമയെ സമ്മതിക്കണം. ആ സ്വാമിയാരെ സമ്മതിക്കണം. ഇനി രാവിലെ പോലും ഇങ്ങനെ പറയാം. 2 ഭാഗത്തും പറയുകയാണ്. വളരെ എങ്ങനെയെങ്കിലും ഒരേ മുഖത്തോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കില്ല. രാവിലെ തുടങ്ങി ഇരിപ്പല്ലേ, ഒരു മാറ്റമെങ്കിലും വേണ്ടേ? നിങ്ങളിൽ ഒരാളെങ്കിലും കയറി എന്ന് ഇടയ്ക്കൊന്ന് മാറി വന്നിരുന്നെങ്കിൽ തോന്നുകയല്ലേ? അല്ലേ? ഇതൊക്കെ ആളുകളെ വിഷമിപ്പിക്കുന്ന പ്രശ്നങ്ങളാണ്. നിങ്ങൾ നോട്ടീസ് അടിച്ചുകൊണ്ടോ നിങ്ങളൊന്ന് വിളിച്ചുകൊണ്ടോ ഒക്കെ നിങ്ങൾ വിളിക്കുമ്പോഴേ ഓടി വന്ന് ഇരിക്കണം എന്ന് പറഞ്ഞാൽ ഇരിക്കത്തൊക്കെ വെച്ചുകൊണ്ടോ ഒക്കെ വേണ്ടേ? ഇതിനകത്ത് ഒരു മനസ്സിലായില്ല. ഇങ്ങനെ ഇരിക്കാൻ പറ്റുക, ഇതിങ്ങനെ കേൾക്കുക, എന്നിട്ട് എവിടെയാ ഇനി അടുത്തത് എവിടെയാ ഉള്ളത്? ഒരു വിവരമില്ലാന്ന് ആലോചിച്ചു. അതുകൊണ്ട് എല്ലാവർക്കും പറ്റിയ സാധനം ആക്കില്ല. ഇതൊരു വളരെ കുറച്ച് പേർക്ക് എത്ര മതി. അവരുടെ ജീവിതത്തിൽ അത് രൂപാന്തരപ്പെട്ടു വരുമ്പോൾ അതിൻ്റെ ചുറ്റുപാടുകളിൽ അതിൻ്റെ ഒരു ഇളങ്കാറ്റുണ്ടാവും. അതനുഷ്ഠിച്ചു വരും. അപ്പൊ ഇതെവിടുന്നാണ് ഈ പ്രശാന്തത, ഈ സമചിത്തത, ഈ ധന്യത? അതിങ്ങനൊരു ആത്മവിദ്യ എന്ന് പറഞ്ഞൊരു സാധനമാണ്. മഹാഭാരത യുദ്ധക്കളത്തിലോട്ട് പോകാതെ ആരെവിടെ എന്ന് ചോദിച്ച് ഒഴകത്തുള്ളി നിൽക്കുന്ന ഈ ധൃതരാഷ്ട്രൻ വിളിച്ച ഉടനെ ഓടി വന്ന വിദുരനെ കണ്ടിട്ട് വിദുരന്റെ സമചിത്തതയിൽ നിനക്കൊരു കുലുക്കോ ഇല്ലടാമായി. ഇവിടെ ഈ വെള്ളവും കിടക്കും, നീ എങ്ങനെ ഇങ്ങനെ 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 ഇരിക്കുന്നത്? ദേഷ്യത്തിലെ ചോദിച്ചു. അപ്പൊ ഒന്ന് ചിരിച്ചു കാണിച്ചു. ചിരിക്കുമ്പോൾ വല്ലാത്ത ദേഷ്യം വരും. അവസാനം വിദുരനീതിയൊക്കെ പഠിപ്പിക്കുന്നതിനിടയിൽ അതിൻ്റെ അകത്ത് ആത്മവിദ്യ ബ്രഹ്മവിദ്യ എന്നൊക്കെ ചുരുക്കി വെച്ചു. നിങ്ങൾ ഇപ്പൊ കിട്ടണം സാധനം, ഇപ്പോഴാണത് കിട്ടേണ്ടത്. ഞാൻ അതുപോലെ ടെൻഷനിലാണ്, ടെമ്പറേച്ചറിലാണ്. ഉടനെ പറഞ്ഞു എനിക്കത് അറിയില്ല നല്ലോലെ. എന്നെ പഠിപ്പിച്ച ഒരു ആചാര്യനുണ്ട്,
എനിക്കത് തരാനുള്ള യോഗ്യതയില്ല. ഇങ്ങനൊന്നും ഉണ്ടെന്ന് പറയാനുള്ള വരെ ഞാനായിട്ടുള്ളൂ. ഞാൻ പ്രാർത്ഥിച്ചാൽ അദ്ദേഹം വരും. അങ്ങനെയാണ് വരപ്രാർത്ഥിയായി നിന്ന് സനൽ സുജാതൻ എത്തുന്നത്. സനൽ സുജാതൻ അവിടെ നിന്ന് വന്നപ്പം സനൽ സുജാതനെ അയാളെ കണ്ടപ്പോൾ തന്നെ ധൃതരാഷ്ട്രം ഇറങ്ങി താഴോട്ട്. കണ്ടപ്പോൾ തന്നെ ഇതെല്ലാം അങ്ങയുടേതായിരിക്കുന്നു എന്നാണ് താഴോട്ടിറങ്ങിയിരുന്നു. നിർഭയനായ സനൽ സുജാതൻ സനൽ സുജാതീയമെന്ന ദർശനം പഠിപ്പിക്കും. എന്നിട്ട് മോദ പോയോ? പോയില്ല. സനൽ സുജാതനെ വന്ന് പഠിപ്പിച്ചു. എന്നിട്ട് വീണ്ടും സഞ്ജയൻ ഗീത ഉപദേശിച്ചു. അതേ വിധം അപ്പൊ ജീവിത വ്യാപാരത്തിന്റെ ഈ രംഗവേദിയിൽ ഇത് വളരെ കുറച്ച് പേർക്കാണ്. എല്ലാവരും ആത്മവിദ്യ കിട്ടിയിരുന്നെങ്കിൽ ആത്മവിദ്യ ഓൾ റൈറ്റ്സ് റിസർവ്. ശരിയല്ല. അപ്പൊ അത് ആത്മവിദ്യ ആയിരിക്കില്ല. ആത്മവിദ്യക്ക് മേൽ ആർക്കും റോയൽറ്റി ഇല്ല, പേറ്റന്റ് ഇല്ല. പേറ്റന്റ് ഉണ്ടെങ്കിൽ അത് പ്രൈവറ്റാണ്. എന്തു സ്വകാര്യമാണോ അത് സർവജ്ഞമല്ല. അപ്പൊ ഇങ്ങനെ അറിയണം. അപ്പൊ ആ നിലയിൽ ആരിൽ നിന്നും ഭയം, തൻ്റെ അറിവിനനുസരിച്ച് അവൻ വർത്തിക്കുന്നു, ആത്മവിദ്യക്കനുസരിച്ച് വർത്തിക്കുന്നു. അവൻ എങ്ങു നിന്നും ഒരു ഭയവും വരുന്നില്ല. അപ്പൊ ആരോ 1000-ൽ-1 ശ്രമിക്കുന്നു. യദതി സിദ്ധയേ യദതാമവി സിദ്ധാനാം കശ്ചിന്മാം വേത്തി തത്വത. 1000-ൽ-1 ശ്രമിക്കുന്നു. അതിൽ ഏതോ ഒരുവന് മാത്രം കിട്ടുന്നു. അങ്ങനെയാണ് ഈ ആത്മവിദ്യയുടെ പ്രത്യേകത. ഇത്രയായപ്പം ഇത്രയും മാഹാത്മ്യമുള്ള ആത്മവിദ്യയെ നേടാൻ 4 മാർഗങ്ങൾ, ചതുരുപായങ്ങൾ, ചതുർവിധ മാർഗങ്ങൾ. അഷ്ടാവക്രൻ ജനകന്